വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിശുദ്ധ ബൈബിൾ ഉറക്കെ പറയുന്ന ഒരു ഉത്തരമുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി മനുഷ്യരെ അത് ശുദ്ധീകരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യനിൽ അത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തോടുള്ള താല്പര്യം, മയക്കുമരുന്നുകളോട്, ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, അത് മുഖാന്തരം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മറ്റ് പാപ പ്രവർത്തനങ്ങളിലേക്കും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒറ്റ മാർഗമേയുള്ളൂ. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ മനുഷ്യന് പാപത്തിന് പരിഹാരം കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്? വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷം കൊണ്ട് മനുഷ്യനായി മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഒരു ചോദ്യം, യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്താ ചെയ്തത്? ബൈബിൾ പറയുന്നു, സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരി എന്ന് പറയുന്ന മലയുടെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെ സ്വന്തം ജീവനെ പോലെ രക്ഷിക്കാൻ കഴിയാതെ കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നത്? സ്വയമായിട്ട് പോലെ രക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന ക്രിസ്തുവിന് മറ്റൊരാളെ രക്ഷിക്കുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളോട് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു മരിക്കാൻ വേണ്ടിയാ വന്നത്. യേശു ക്രിസ്തുവിന് സ്വയമായി രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടല്ല ക്രിസ്തുവേശു ലോകത്തിലേക്ക് വന്നത്. പാപികളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് ബൈബിൾ പറയുന്നു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാ. അപ്പോൾ ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാനിടയായി തീർന്നു. യേശുവിന് സ്വയമായി രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടല്ല, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ മാത്രമേ മാനവ വംശത്തിന് പാപത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ അത് ക്രൂശ് മരണമെന്ന് പറയുന്നത് അത് താങ്കൾക്കൂടെ വേണ്ടിയാ. താങ്കളെ പാപത്തിൽ നിന്ന് അത് വിടുവിക്കുവാൻ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസത്തിൽ നിന്ന് വിടുവിക്കുവാൻ, തകർന്നടിഞ്ഞ താങ്കളുടെ കുടുംബത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, സ്വസ്ഥതയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥത നൽകുവാൻ വേണ്ടിയാ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ജീവിതം തകർന്ന് അതേ ജീവിതത്തിൽ നിരാശയോടായിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെ രക്ഷിക്കുവാൻ, ഈ പാപകരമായ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു അത്രേ. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വന്നേക്കാം, അതെ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചു, അതെ യേശുവിനെ സ്വയമായി രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യേശുവിനെ സ്വയമായി രക്ഷിക്കാൻ കഴിയാതിരുന്നതല്ല, യേശുവിന്റെ മരണം മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് ആവശ്യമായതുകൊണ്ട് സ്വയമായിട്ട് യേശു ക്രൂശ് മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അത് കല്ലറയുടെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ മടത്തറ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ഉയർത്തുകയില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു. വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു മരിച്ചു. ക്രിസ്തു യേശുവിനെ അരിമത്യക്കാരനായ യോസേഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കല്ലറ പാറയിൽ വെച്ച് കല്ലറയുടെ ഉള്ളിൽ അടച്ച് ഒരിക്കലും പുറത്തു വരാത്ത നിലയിൽ 3000-ഓളം കിലോ ഭാരം വരുന്ന ഭീമാകാരമായ കല്ലുരുട്ടി വെച്ച് അതിൽ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ച് 16ഓളം റോമൻ പടയാളികളെ യേശു പുറത്തു വരാതിരിക്കുവാൻ അതിന് കാവൽ നിർത്തി. എന്നാൽ പറയട്ടെ, യേശുവിനെ അടക്കി 3-ാമത്തെ
ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 40 ദിവസക്കാലം തന്റെ ശിഷ്യന്മാരോട് കൂടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ കാണുകെ യേശു ക്രിസ്തു ഒലിവ് മലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ലോക മാനവരാശിക്ക് പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു, രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള യേശു ക്രിസ്തു മരിച്ച് കല്ലറയുടെ ഉള്ളിൽ വിശ്രമിക്കുന്നവനല്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൽ ഒട്ടനവധി മഹാന്മാർ വന്ന് ഇവിടെ ഒരുപാട് കാര്യം ചെയ്തിട്ട് മരിച്ചു മൺമറഞ്ഞ് കല്ലറകളിൽ ഇന്നവർ അന്തി ഉറങ്ങുമ്പോൾ ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിന്റെ മധ്യഭാഗത്തായി, പാലസ്തീന്റെ മധ്യഭാഗത്തായി തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയുണ്ട്. ആ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കല്ലറ മറ്റാരുടെയുമല്ല, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയാനായിട്ട് കഴിയോ, സ്നേഹിത, താങ്കളെ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും, അതുപോലെ ലഹരി വസ്തുക്കളുടെ അതേ ഉപയോഗത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കാൻ ഒരുപക്ഷെ ഇവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം, പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം, ഇവിടുത്തെ കൗൺസിലിംഗിലൂടെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ഉറക്കെ ഞങ്ങൾക്ക് പറയാൻ കഴിയോ, അത് നിങ്ങളുടെ ജീവിതത്തെ മറ്റാരെ കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയത്തില്ല എങ്കിലും യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് കഴിയും. ഞങ്ങളിൽ പലരും ഒരു കാലത്ത് മയക്കുമരുന്നിനും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായി വീട്ടുകാർക്കും നാട്ടുകാർക്കും അപ്പനും അമ്മയ്ക്കും മറ്റുള്ളവർക്ക് തലവേദനയായി ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഈ മടത്തറ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റൂ, മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അത് നസ്രയനായ യേശുവിന്റെ നാമമാ. കാരണമായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. യേശു ക്രിസ്തുവാണ് ഞങ്ങൾക്ക് സമാധാനം തന്നത്. മദ്യത്തിന്റെ പിടിയിൽ നിന്നും, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ച് ഞങ്ങളുടെ ഭാര്യയ്ക്ക്, ഞങ്ങളുടെ അപ്പനെ അമ്മയ്ക്ക്, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കൊള്ളാവുന്നവരായി ഞങ്ങളെ തീർത്തത് നസ്രയനായ യേശു ക്രിസ്തുവ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഉറക്കെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. രക്ഷിക്കുവാൻ ആരുമില്ല, രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാ. ആർക്കും എന്നെ വേണ്ട, എന്റെ ഭാര്യയ്ക്ക് വേണ്ട, എന്റെ മക്കൾക്ക് വേണ്ട, എന്റെ അപ്പന് വേണ്ട, എന്റെ ബന്ധുക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യനാണ് ഞാനെന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരനാണോ, ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരിയാണോ, താങ്കളോട് ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കരുത്തുള്ള ഒരു വ്യക്തിയുണ്ട്, നസ്രയനായ യേശു ക്രിസ്തുവാണ്.